ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ മനോഹരമായ കാട്ടുപാതയിലൂടെ രാവിലത്തെ മഞ്ഞും വെളിച്ചവും കണ്ട് വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അനുഭവിച്ച കട്ടയിരുട്ടൊരു രാത്രിയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് രാത്രി വണ്ടിയുമെടുത്ത് നാടുകാണി ചുരത്തിൽ കരിങ്കാട്ടിൽ ആനയെ പേടിച്ച് വണ്ടി ഓടിച്ച് ചെക്ക് പോസ്റ്റ് കുടുങ്ങിയ ആ കഥയിലേക്ക് നമുക്ക് ആദ്യം പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ട്രിപ്പ് തൃശ്ശൂരിൽ നിന്ന് നിലമ്പൂർ വഴി ഊട്ടിയിലേക്കാണ്. അങ്ങനെ നിലമ്പൂർ വഴി വണ്ടി ഓടിച്ച് രാത്രി 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വഴിക്കടവെത്തുന്നത്. വണ്ടിയിൽ ഞാൻ, ഹസ്ബൻഡും കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത്. വണ്ടി നാടുകാണി ചുരത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ചുറ്റും ഇരുട്ടായി. ആ വലിയ ചുരത്തിൽ ഞങ്ങളുടെ ഈ ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എലഫൻറ്റ് ക്രോസിംഗ് ബോർഡുകൾ മാത്രമാണ്. ഞങ്ങൾ ഗൂഡല്ലൂർ ടൗൺ പിന്നിട്ടു. അവിടുന്ന് വണ്ടി നേരെ കയറിയത് മുതുമല കട്ടിക്കാടുകളിലേക്ക് തന്നെയാണ്. അവിടെയും ഉള്ളത് എലഫൻറ്റ് ക്രോസിംഗ് ബോർഡുകൾ മാത്രം. ആന ഇറങ്ങുന്ന സ്ഥലം വണ്ടി നിർത്തരുത്, ഏത് നിമിഷവും വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു കാട്ടാന ഇറങ്ങി വരാം എന്ന ഭയത്തോടെ ശ്വാസം അടക്കി പിടിച്ചാണ് ആ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചത്. പിന്നെ തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റ് ആയിട്ടുള്ള കക്കനല്ലയിലെത്തി. അവിടെ എത്തിയപ്പോൾ രാത്രി 9 മണിക്ക് ശേഷം വന്യമൃഗങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. രാവിലെ 6 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ രാവിലെ 6 മണി വരെ വെയിറ്റ് ചെയ്ത് 6 മണിയായപ്പോൾ റോഡ് ഓപ്പൺ ആയി. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പിന്നീട് ഞങ്ങളെ കാത്തിരുന്നത്. ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പോകുന്നത് മുതുമല ടൈഗർ റിസർവ് പാർക്കിലേക്കാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഏറെക്കുറെ ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു. മാനുകളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മുതുമല ഫോറസ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് 3 തരത്തിലുള്ള മാനുകളാണ്. ഇപ്പോൾ നമ്മൾ കണ്ട പുള്ളിമാൻ, അതുപോലെ കലമാൻ, കൂരമാൻ, പിന്നെ അപൂർവമായിട്ട് കടുവ, പുള്ളിപ്പുലി, കാട്ടുപോത്ത് അങ്ങനെയുള്ള വന്യമൃഗങ്ങളെയും ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ പോകുന്നത് മുതുമല ടൈഗർ റിസർവിലേക്കാണ്. അവിടെ കാടിൻ്റെ ഉള്ളിലേക്കുള്ള സഫാരി എന്തായാലും ഉണ്ടാവും. ജീപ്പ് സഫാരിയും ബസ് സഫാരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ജീപ്പ് സഫാരിയാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ബസ് സഫാരി, ഏതെങ്കിലും ഒരു സഫാരി ചെയ്യണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്തൊക്കെ മൃഗങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 3 പേര് അതിൻ്റെ വളരെ ത്രില്ലിലാണ്. ഏറ്റവും കൂടുതൽ ത്രില്ല് ഞങ്ങളുടെ കുഞ്ഞു മോനാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ആനകളെ കാണുമ്പോഴും ആനയെ കണ്ടപ്പോഴൊക്കെ അതിൻ്റേതായ ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചു. രണ്ടോരാ സർക്കാരിന്റെ ചിഹ്നം പോലെ ആനേനെ ഇതാക്കണ സ്ഥലമുണ്ട്. ഹായ് പറ. ഹായ്. അങ്ങനെ നമ്മൾ മുതുമല ടൈഗർ റിസർവിൽ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. ഞാൻ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഇവിടെ കൗണ്ടറിലൊന്നും കാണുന്നില്ല. അധികം ആൾക്കാരെയൊന്നും കാണാറില്ല. എന്താ കാര്യം എന്നറിയില്ല. നോക്കാം. ടിക്കറ്റ് കൗണ്ടറിൽ ഇവിടെ മുതുമല ടൈഗർ റിസർവിൽ പോയിട്ടുള്ള വിസിറ്റേഴ്സ് കണ്ടിട്ടുള്ള മൃഗങ്ങളുടെ ഒരു ലിസ്റ്റാണ്. അതിനകത്ത് ടൈഗറും ലെപ്പേർഡും എലിഫൻറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടേക്കൊന്നൊന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടേക്ക് ഒത്തിരി ബാക്കിലേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല, എങ്കിലും ഒന്ന് നോക്കാം.
നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ചെടിയും ഫ്ലവറും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഈ മരത്തിലൊക്കെ ആയിട്ട് ഇത് മുതുമല റിസപ്ഷൻ സെൻ്റർ ആയിട്ടുള്ളത്. റിസർവ് ടൈഗർ റിസർവിൻ്റെ റിസപ്ഷൻ സെൻ്ററാണ്. അവിടെ നമുക്കിപ്പോൾ നമ്മളൊരു സഫാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സഫാരിയുടെ ആനേനെ ഫീഡ് ചെയ്യിക്കണ ഒരു ആനേനെ കാണാനുള്ള ആന സഫാരി ഉണ്ട് തേപ്പക്കാട്. പക്ഷേ അവിടെ 8:30 അത് ഓപ്പൺ ആവുന്നത്. ബാക്ക് വശത്ത് ആനേനെ നമുക്ക് കാണാൻ സാധിക്കും. ആനേനെ കാണണമെങ്കിൽ അതവിടെ ഓപ്പൺ ആക്കുന്നത് 8:30-ക്കാണ്. നമ്മളിപ്പോൾ വളരെ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കിവിടെ സഫാരിക്കാണെങ്കിൽ ആൾ തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ധാരാളം മയിലുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇവിടെയുള്ള മരങ്ങളുടെ ഏറ്റവും ഉയരത്തിൽ മയിലുകൾ ഇരിക്കുന്നുണ്ട്. ആരും താഴേക്കൊന്നും ഇറങ്ങി വരുന്നില്ല. പിന്നെ ഇവിടെ ധാരാളം പക്ഷികളുടെ പിക്ചറൊക്കെ കാണാം. ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ പുതിയ അനുഭവങ്ങളാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് കുറച്ച് നേരമായി. നമ്മുടെ സഫാരിയുടെ കാര്യമൊന്നും ആയിട്ടില്ല. ഇവിടെ ആ ഷെഡിൽ ധാരാളം മയിലുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. മയിലുകളൊക്കെ പറന്ന് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങടേക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് പോയിട്ടില്ല. മയിൽ പറന്ന് ആ ഷെഡിൻ്റെ മുകൾ ഭാഗത്തെ കൂടെയൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. പോയ കാര്യം നടന്നില്ല, ആളുകളില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി നമ്മൾക്ക് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാം. അവിടെ നിന്ന് പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ ധാരാളം മയിലുകളെ കാണാൻ സാധിച്ചു. എന്തായാലും ഇനി നെക്സ്റ്റ് മസിനഗുഡിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളാണെന്നറിയില്ല. അപ്പോൾ ധാരാളം പുള്ളിമാനുകൾ, ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധിച്ചത് ഈ ഒരു യാത്രയിൽ പുള്ളിമാനുകളാണ്. വളരെ അടുത്ത് തന്നെ കാണാൻ സാധിച്ചു. കലമാനും പുള്ളിമാനും ഒക്കെ ആയിട്ട് രസകരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ഫോറസ്റ്റിലൂടെ ഉള്ളത്. പക്ഷേ സഫാരിയുടെ ഒരു നിരാശ ഇപ്പോഴും എവിടെയൊക്കെയോ ആ ഒരു നിരാശയുണ്ട്. എങ്കിൽ കൂടിയും പുതിയ പ്രതീക്ഷകളായിട്ട് മസിനഗുഡിയിലേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. നമ്മൾ വണ്ടി ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമുക്ക് മസിനഗുഡിയിൽ നിന്ന് ഒരു ജീപ്പ് സഫാരി ലഭിച്ചു. അപ്പോൾ നമുക്ക് മസിനഗുഡി വിഭൂതി മലയിലേക്കാണ് നമ്മളിപ്പോൾ ജീപ്പ് സഫാരിയിൽ പോകുന്നത്. 1500 റേറ്റ്. ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ രസകരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. വിഭൂതി മലയിലേക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല. അത് കുറച്ച് ഓഫ് റോഡാണ്. അത് കയറി ചെല്ലുന്നത് ആ വിഭൂതി മലയിലെ മുകളിലെത്തി കഴിയുമ്പോൾ നമുക്ക് മസിനഗുഡിയുടെ കാഴ്ചകൾ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ ഓഫ് റോഡിൽ ധാരാളം വന്യമൃഗങ്ങളെ കാണാനും പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാ കണ്ടില്ലേ, ഒരു കൊമ്പനാണ് വരുന്നത്. ഒരു കൊമ്പനെ അടുത്ത് കണ്ടതിൻ്റെ ത്രില്ലിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. നമ്മുടെ സഫാരി നഷ്ടപ്പെട്ടതിൻ്റെ ആ സങ്കടം ഒക്കെ ഈ ഒരു നിമിഷത്തിൽ പോയി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാടിൻ്റെ വന്യതയിൽ ആ കാട്ടുകൊമ്പനെ കണ്ടപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മനോഹരമായിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ
കാണാം. വിഭൂതി മലയുടെ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.